ട്രഷേഴ്സ് ഓഫ് ഓൾമൈറ്റി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറച്ച് പേര് ഓഫീസിലിരുന്ന് സംസാരിച്ചപ്പോൾ ഒരു ടോപ്പിക് വന്നു, സക്സസ്. എന്താണ് സക്സസ്? ആർക്കാണ് സക്സസ് ആകാൻ പറ്റുന്നത്? അപ്പോൾ എല്ലാവരും എന്നോട് തന്നെ ചോദ്യമായതുകൊണ്ട് ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്ത്, സക്സസ് എന്ന് പറയുമ്പോൾ സക്സസ്സിന് ജാതിയില്ല, മതമില്ല, പണക്കാരനോ പാവപ്പെട്ടനോ ഇല്ല, ആണെന്നും പെണ്ണെന്നും ഇല്ല, വെളുത്തവനെന്നും കറുത്തവനെന്നും ഇല്ല. സക്സസ്സിന് എല്ലാവരും ഒരുപോലെ. എത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നോ അതനുസരിച്ച് നമുക്ക് സക്സസ്സിലേക്ക് നമുക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അതിലെല്ലാം ഉപരി നമ്മുടെ ഉള്ളിൽ നിന്ന് ഫിയർ എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടല്ലോ, അത് എത്രമാത്രം നീങ്ങിപ്പോന്നോ അതനുസരിച്ച് നമുക്ക് വിജയത്തിലേക്ക് നീങ്ങാൻ സാധിക്കും. ഒറ്റ ദിവസം കൊണ്ട് നമ്മളൊരു വിജയാണെന്ന് നമ്മളെ ധൃതി പിടിക്കുന്നതുകൊണ്ടോ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിക്കുന്നതുകൊണ്ടോ അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതിനെ നമ്മളൊരു ബേസ് ഇട്ട് സെറ്റ് ചെയ്ത് പതുക്കെ മാത്രമേ നമുക്കൊരു വിജയമാകാൻ സാധിക്കുള്ളൂ. പിന്നെ വിജയത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് എപ്പോഴും പരാജയം തന്നെയായിരിക്കും. പരാജയത്തിലൂടെ മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. കേട്ടിട്ടില്ല ഇങ്ങനെ, ഫെയിലർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു ദ സക്സസ് എന്നുള്ളത്? അത് കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് കേട്ടോ, അല്ലാതെ വേറെ എങ്ങോന്നും നമ്മൾ കേട്ടതോ കാണാൻ പഠിച്ച കാര്യങ്ങളോ ഒന്നുമല്ല സംഭവം. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു ദ സക്സസ്. അത് സത്യമാണ്. അങ്ങനെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഒരു ദിവസം കൊണ്ടോ കുറച്ച് ദിവസങ്ങളും കൊണ്ടോ കുറച്ച് മാസങ്ങൾ കൊണ്ടോ ഒന്നും നമുക്ക് വിജയത്തിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കില്ല. വർഷങ്ങളോളം നമ്മൾ കഠിനാധ്വാനം ചെയ്ത് എത്രമാത്രം നമ്മൾ റിസ്ക് ടേക്ക് ചെയ്യാൻ, എന്തോ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, എൻ്റെ പ്രതീക്ഷ, എൻ്റെ പ്രത്യാശ ഞാൻ കൈവിടത്തില്ല എന്ന് കുറച്ച് തീരുമാനം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന വിജയത്തിൻ്റെ പടികൾ തന്നെയാണ്. നമ്മൾ വിജയത്തിലേക്കാണ് നമ്മൾ കുതിച്ചു വരുന്നത്, നമ്മൾ അറിഞ്ഞോ അറിയാതെ. ഭയം കുറേശ്ശെ നമ്മുടെ ഉള്ളിൽ നിന്ന് നീങ്ങി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മൾ അറിയാതെ തന്നെ പ്രതീക്ഷയും പ്രത്യാശയും കൊണ്ട് നമ്മൾ ഓരോ ദിവസവും നമുക്ക് നിറയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ തിങ്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ തിങ്ക് ചെയ്ത് കഴിയുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന എന്താണെന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ? ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താനും നമുക്ക് വിജയിയാകാനും സാധിക്കും. എല്ലാവർക്കും നന്മ വരട്ടെ.